അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദുരുദ്ദേശം നമ്മുടെ ഇന്നലെ നടന്ന ഒരു സംഭവം, അതായത് അശ്വന്ത് ഗോക്കിനെതിരെ അംഗം അട്ടഹാസം ടീമിൻ്റെ മാധവ് സുരേഷും അതിൻ്റെ പ്രൊഡ്യൂസറും ചേർന്നുകൊണ്ട് ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 1 ലക്ഷം രൂപ വാങ്ങിക്കും എന്തിന് റിവ്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞൊരു പ്രസ്താവന അവർ പറഞ്ഞു ഇവിടെ ചാനലിൽ. രാത്രിയായപ്പോൾ കൊക്കണ്ണിറങ്ങി. ഏത് രാത്രി എപ്പോഴാണ്? പാതിരാത്രിയിൽ പുള്ളിയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് നല്ല കണക്കിന് കൊടുക്കുന്ന പോലത്തെ ഒരു വീഡിയോ. ഇപ്പോൾ ആക്ച്വലി നമ്മളിത് പറയാൻ വലിയ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം നമ്മളൊരു പോഡ്കാസ്റ്റ് ഒരാഴ്ച മുമ്പ് ഷൂട്ട് ചെയ്ത ഒരു പോഡ്കാസ്റ്റ് ഈ വിഷയം ഉണ്ടാകുന്ന ഒരു ദിവസം മുമ്പ് നമ്മൾ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സിനിമയെ നശിപ്പിക്കുന്ന കോക്കസ് എന്ന പേരിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് റൈറ്റ് ടൈമിംഗ്. അതെ കറക്റ്റ്. അത് ഇറങ്ങി അടുത്ത ദിവസം തന്നെ നമ്മൾ അതിൽ പറഞ്ഞ കാര്യം ഇവിടെ നടക്കുന്ന പോലെ. ആക്ച്വലി ഈ റിവ്യൂവേഴ്സ് പൈസ വാങ്ങിച്ചിട്ട് സിനിമ കൊള്ളില്ല എന്ന് അല്ലെങ്കിൽ സിനിമ കൊള്ളാം സിനിമ കൊള്ളില്ല എന്ന് ഒരു അഭിപ്രായം പറയുന്നു. പോസിറ്റീവും നെഗറ്റീവും വരുന്നത് ക്യാഷിന്റെ ബേസിസിലാണ്. അതല്ലാതെ ഞങ്ങളുടെ സിനിമ അമൂല്യമായ ഒരു വസ്തുവാണ്, അതിനെ തകർക്കാൻ വേണ്ടി കാശ് ആ ഒരു നരേറ്റീവാണ് ഇപ്പം ഈ ഓടിക്കളിക്കുന്നത്. ഇപ്പം അതിനെതിരെ ആക്ച്വലി പുള്ളി പറയേണ്ടത് കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞു കൊടുത്തു. അതായത് ഇവർ ഒരു അലിഗേഷൻ വെക്കുമ്പോൾ അതിന് തെളിവുകൾ ഇവർ നിരത്തണം, എന്നാലല്ലേ അതിൽ കാര്യം ഉണ്ടാവും. ഇപ്പം അങ്ങനെ ഇപ്പം ഒരാളെ എക്സ്പോസ് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യിക്കുക അല്ലേ. ഇപ്പം അങ്ങനെ ഒരാൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാം. പുള്ളിക്ക് ഒന്നെങ്കിൽ പുള്ളി പറഞ്ഞത് സത്യമാണ്, അതായത് പുള്ളി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കേട്ട് കാണും, ആ കേട്ട സോഴ്സ് തെറ്റായിരിക്കും. അതെ ഈ ഇൻഫർമേഷൻ കേൾക്കുന്നത് കുറേ പ്രൊഡ്യൂസർമാർ ഇതിനു മുമ്പ് ഇങ്ങനെ പറയുന്നല്ലോ. അതാ ഇവരോട് ആരാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്, ഇവർക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഒരു പബ്ലിക് ടോക്ക് പോലെ, പബ്ലിക് എന്നല്ല എന്നെ പറയണേ, മറ്റേ ഇൻഡസ്ട്രിക്ക് അകത്തൊരു ടോക്ക് ഉണ്ടാവും. ഇവർ ഈ റിവ്യൂ എന്നോട് പേഴ്സണലി ഒരു ആക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ റിവ്യൂ ചെയ്യുന്ന നല്ല പൈസ കിട്ടുമല്ലോ. അപ്പം ഞാൻ ചോദിച്ചാൽ അത് മനസ്സിലായില്ല. അല്ല, നിങ്ങൾക്ക് പ്രൊഡ്യൂസറിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് റിവ്യൂ പറയാമല്ലോ. ഞാൻ പറഞ്ഞാൽ അങ്ങനെ റിവ്യൂ പറയുന്ന ആരും നമുക്കറിയത്തില്ല. അങ്ങനെ ആൾക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ റിവ്യൂവിന് നമുക്കറിയില്ല, ബട്ട് ഈ പ്രൊമോഷണൽ മെറ്റീരിയലിന് നമ്മളെ PRT സമീപിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ സമീപിച്ചിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതെ, അങ്ങനെയുണ്ട്. ബട്ട് റിവ്യൂസ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ അങ്ങനെ നമ്മൾ അതെ. അപ്പം നമ്മളും പേടിച്ചെന്ന് സംബന്ധിച്ചാൽ ഇപ്പം ആ ട്രെയിലർ റിയാക്ഷനൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ ആരും പൈസ വാങ്ങിച്ച് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത്? ഇപ്പം നമ്മൾ എന്നാ എനിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് പറ്റും? ഇത് പൈസ അതായിരിക്കും, അതായത് അതിൽ നിന്നായിരിക്കും ആ എക്സ്റ്റൻഷൻ വരുന്നത്. അതായത് പ്രൊമോഷൻ മെറ്റീരിയൽ നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നു പറഞ്ഞിട്ട് അതിന്റെ എമൗണ്ട് പറയുവാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഓക്കെ, അപ്പൊ ഇവർ ചെയ്യുന്ന എല്ലാത്തിനും ഒരു എമൗണ്ട് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ധാരണകളായിരിക്കും എല്ലാം അതിനകത്ത്. ഇത് എനിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ. അത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉന്നയിച്ച പ്രൊഡ്യൂസറും മാധവ് സുരേഷും ഇവർ രണ്ടുപേരും, അതായത് മാധവ് സുരേഷും പറയുന്നുണ്ട് ഏതാ പുള്ളി ഇത്ര രൂപയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആർക്കും ഇത് ഇവരുമായിട്ട് ഡയറക്റ്റ് അല്ല ഇത്. ഇവർ പറയുന്നത് ഞങ്ങളിത് അറിഞ്ഞു, ഞങ്ങളിത് കേട്ടു എന്നുള്ള സംഭവമാണ്. പക്ഷെ അവരും ഈ പുള്ളിയുടെ റിവ്യൂവിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് ബാക്കി എല്ലാവരും ചെയ്തതും അതെ. ഇവിടെ ഈ അശ്വന്ത് കൊക്കെന്ന് ഒരു റിവ്യൂവറുടെ വീഡിയോ കൊണ്ട് മാത്രം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, പുള്ളിക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് പുള്ളി നല്ലത് പറഞ്ഞെന്ന് പറഞ്ഞ് ഈ പടത്തിൽ എത്ര പേര് കാണാൻ കയറും ഇല്ലേ? അതൊരു വലിയ ചോദ്യം. ഓൾറെഡി ആ പടത്തിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അത് ഓൾറെഡി ആ പടം നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഇന്ന് നമ്മുടെ ഓഡിയൻസിന് ഒരു പടത്തിന് ട്രീസറോ ട്രെയിലറോ ഒക്കെ കാണുമ്പോഴേ അറിയാം, ഒരു ഏകദേശ ധാരണ കിട്ടും. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്ന്. അവർക്ക് അതിന് എക്സ്ട്രാ ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഈ റിവ്യൂസ്. അങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന എക്സ്ട്രാ ബൂസ്റ്റ് ആയിരിക്കും ഈ സിനിമയുടെ റിവ്യൂവിൽ. ഇവർ പറയുകയാണ് അതായത് കുഴപ്പമില്ല, കാണാൻ വൺ ഡേ വാച്ചബിളാണ് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു ട്രെയിലർ ഞാൻ കണ്ടു, സോ അപ്പോൾ ഡെഫിനറ്റ്ലി ഇവരുടെ റിവ്യൂവിൽ ഇത് ഒരു വൺ ഡേ വാച്ചബിളാന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ പോയി കണ്ടു നോക്കാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. സോ പിന്നെ ഈ കമൻസി വന്ന പോലെ ഇപ്പം പുള്ളിയുടെ റിവ്യൂസ് നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നത് അതിനകത്ത് ഈ എന്റർടൈൻമെന്റ് വാല്യൂ ചുമ്മാ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുന്ന കൂട്ടത്തിലുള്ള ഒരു വീഡിയോ ആണ്. പുള്ളിയുടെ സംസാരമോ എന്തോ പുള്ളി അത് പ്രസന്റ് ചെയ്യുന്ന രീതി പലപ്പോഴും ഈ ലാംഗ്വേജും ഈ പറഞ്ഞ പോലെ പേഴ്സണൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാറുണ്ട്. പുള്ളി യൂസ് ചെയ്യുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. സ്റ്റിൽ നമ്മൾ ആ വീഡിയോ കാണുന്നത് മെജോറിറ്റി എന്റർടൈൻമെന്റിന്റെ പർപ്പസ് വേണ്ടിയാണ് ചെയ്തത്. അത് പുള്ളിക്കും അറിയാം, പുള്ളിക്കും വ്യക്തമായിട്ട് അറിയാം. കാര്യം ഞാൻ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഒരിടയ്ക്ക് പുള്ളിക്കാരൻ കുറേ പടത്തിന് നല്ല റെസ്പോൺസ് പറഞ്ഞു. നല്ല റെസ്പോൺസ് ഇൻ ദ സെൻസ്
ഗംഭീര പടം എന്നുള്ള ലൈനിലല്ല, ഇത് ഒരു നല്ല പടം, വാച്ചബിൾ പടം എന്ന് പുള്ളി പറഞ്ഞ് ഒരു 3-4 റിവ്യൂസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കമന്റ് ബോക്സിൽ എന്തുവാ പുള്ളി ഫീൽഡ് ഔട്ടായി. അല്ല ഈ ഒരുപാട് പേരുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ മലയാളം റിവ്യൂ യൂണിറ്റ്, അതായത് മലയാള സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആ ടീമില്ല, വലിയൊരു സെറ്റ് ഓഫ് ആളുകളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട്. അപ്പൊ മലയാളം സിനിമകളെ റിവ്യൂ ചെയ്യുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞൊരു സിനിമാക്കാരോട് ചോദിക്കുമ്പം പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ അവർ ഉദ്ദേശിക്കുന്ന കോക്കിനെയാണ്. ബാക്കിയുള്ളവരുടെ റിവ്യൂ ഇപ്പം ഷസാം അങ്ങനെ കുറച്ചധികം നെയിംസ് വരുന്നുണ്ട്, സീക്രട്ട് ഏജന്റ്, ഷസാം, ഇങ്ങനെ കുറച്ചധികം പേരുകൾ ഇതിന്റെ താഴെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരുപാട് പഴയ ഒരു റിവ്യൂറാണ് മൺസൂൺ മീഡിയ. പക്ഷേ സുധീഷ് പയ്യൻ പുള്ളിയുടെ റിവ്യൂസിന്റെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർ വാല്യൂ ഇല്ല. ആ ഒരു രീതിയിൽ ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള പോലെ സ്റ്റാർസിന്റെ പടങ്ങൾക്കാണ് എപ്പോഴും ആളുകൾ ഇടിച്ചു കയറുന്നെന്ന് പറയുന്ന പോലെ തന്നെയാണ് ചില സ്റ്റാർ റിവ്യൂവേഴ്സ് ഉണ്ട്. അതായത് പുള്ളിയുടെ ഏത് പടം ഇറങ്ങിയാലും പുള്ളിയുടെ റിവ്യൂ കേൾക്കാൻ ഒരു വലിയ കൂട്ടം വെയിറ്റിംഗ്. അതായത് പുള്ളി എന്താ പറയുന്ന പടത്തെ പറ്റി. അപ്പൊ എല്ലാവർക്കും ഒരു ഇതുണ്ട്, പുള്ളി ഏതെങ്കിലും ഒരു വേഷം കെട്ടി വരും, ആ പടത്തോട്ട് റിലേറ്റ് ചെയ്തൊരു വേഷം കെട്ടി വരും. പടം മോശമാണെങ്കിൽ ആ റിവ്യൂ കാണാൻ ആളുകൾ കൂടും. പടം മോശമാകുന്ന സെൻസ് പടത്തിന് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും പടം അത്ര നല്ലതായിട്ട് വർക്കായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിവ്യൂസിന്, പുള്ളിയുടെ റിവ്യൂസിന് ഭയങ്കര നല്ല വ്യൂസും ഉണ്ടാവും. അതിനുവേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യും. അത് ആ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പടം മോശമാണെങ്കിൽ പുള്ളി ഒരു മോശം റിവ്യൂ കൂടെ കൊടുത്താൽ അതൊരു വലിയ ഇമ്പാക്റ്റ് ആവുന്ന പേടി പടത്തിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും എന്നുള്ള ലൈനിൽ തന്നെയാണ് അത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ ഈ വന്നിരുന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചില്ലേ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എടുക്കുന്ന സിനിമയുടെ നിലവാരം എന്താണ്. ഈ പുള്ളി ഏറ്റവും കൂടുതൽ രോഷാവലിനാവേണ്ടത് ഈ ഡയറക്ടറിനോടും റൈറ്ററിനോടും ഒക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഈ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഈ പടം എത്ര മോശമാണ്, എത്രത്തോളം മോശമാണ്, എന്താണ് അതിന്റെ പ്രശ്നം നമുക്കറിയില്ല. എന്നിരുന്നാലും ട്രെയിലർ മാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ട്. ഇപ്പം നമ്മൾ ഉൾപ്പെടെ ട്രെയിലർ കാണുമ്പോഴേ നമുക്ക് എല്ലാ പടത്തിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടും. ഇതെന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്കൊരു, കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. എനിക്കൊന്ന് അതായത് ഗംഭീര റിവ്യൂ പൊതുവേ കേട്ടൊരു പടത്തിന്റെ പ്രൊഡ്യൂസർ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കേസ് ഉണ്ടാകുമ്പോഴേ അതിനൊരു വേറൊരു ആംഗിൾ കാണാൻ പറ്റും. ഇതിപ്പോ എപ്പോഴും ഈ പറയുന്ന പോലെ എല്ലാവരും മോശം പറഞ്ഞൊരു പടത്തിന്, അതെ ഇപ്പം പുള്ളി മാത്രമല്ല, ആ പടം കണ്ട അതിന്റെ റിവ്യൂ പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈ പടം ഒരു ഇവർ പറയുന്ന പോലെ ഈ സിനിമയുടെ OTT റിലീസിന് ശേഷം ഇതൊരു മറ്റേ ട്രോൾ മെറ്റീരിയലാണ് എന്നുള്ള ലൈനിലാണ് അവർ പറയുന്നത്. സോ അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ ഇല്ലെങ്കിൽ ഇത് ബേസിക്കലി ഇത് എടുത്ത ആൾക്കാർക്ക് ഈ പടം ഒരു മികച്ച സിനിമയായിരിക്കും. അവർക്കൊരിക്കലും അവരുടെ മിസ്റ്റേക്ക് കണ്ടെത്താൻ, എടാ ഇത് ഇങ്ങനെ പ്രശ്നമുണ്ട്, ആൾക്കാർ എല്ലാവരും ഇതിനെ കുറ്റം പറയുകയാണ്, അപ്പോൾ എന്താ ഇതിൻ്റെ പ്രശ്നം, അങ്ങനെ എല്ലാവരും കുറ്റം പറയുന്നത് എന്താണ്, അങ്ങനെ ചിന്തിക്കാതെ എല്ലാവരും നമ്മുടെ പടത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ലൈനിൽ അത് കാശ് വാങ്ങിച്ച് സ്പെസിഫിക്കലി. പിന്നെ ഒരു പുള്ളി ഒരു കണക്ക് പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ 25 ലക്ഷം വ്യൂ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ഒരു 10 ലക്ഷം പേര് കാണാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് ഒരു 5 ലക്ഷം, അങ്ങനെ ഒരു ഊഹക്കണക്ക് പുള്ളി പറയുന്നുണ്ട്, ഒരു ഹൈപ്പോത്തിസ്. അപ്പോൾ അതൊക്കെ വെച്ച് ചിലപ്പം ഒരു കാശ് മുടക്കിയ ഒരാളുടെ സങ്കടം പോലെയാണ് പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും പുള്ളി പറയുന്നതിൽ ലോജിക് ഇല്ല. അതെ, അപ്പോൾ ഇതിനു മുമ്പ് ഒരു സിനിമ പുള്ളി ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ 2ാമത്തെ പടം കണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ 2 പടത്തിനും ഈ ഏകദേശം സിമിലർ അവസ്ഥയാണ്. ഇതാ ആ ആൾക്കാരെ ശ്രദ്ധിക്കപ്പെടാതെ ഫ്ലോപ്പായി പോയ സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊഡ്യൂസർ ഒരു ഡിസിഷൻ എടുക്കണം. അതായത് ഞാനിപ്പോൾ അടുത്ത് ചെയ്യുന്ന പടം ഒരു നല്ല ഡയറക്ടറോടൊപ്പം നല്ല ബാലൻസ്ഡ് വ്യൂ പുള്ളി പ്രസന്റ് ചെയ്യണം. അതായത് നമ്മൾക്ക് ഈ സിനിമ എടുത്തപ്പോൾ കുറച്ച് അബദ്ധങ്ങൾ പറ്റി, പക്ഷെ നമുക്ക് റിവ്യൂ ചെയ്ത് നമ്മളെ തകർക്കാതിരുന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കളക്ഷൻ നേടാം. അങ്ങനൊരു അതായത് അവർക്ക് ഇപ്പൊ ഈ ഫണ്ട് ഈ പറഞ്ഞ 4.5 കോടി ബജറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫണ്ട് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ സാധിച്ചില്ല. കാരണം പടം തിയേറ്ററിൽ നിന്നും പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ സംബന്ധിച്ചോളം അത് ഈ റിവ്യൂസ് കൊണ്ടാണ് സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ വേറെ കാര്യം ആലോചിക്കേണ്ടത്, ഈ സിനിമ കണ്ട റിവ്യൂസ് എല്ലാ റിവ്യൂസും കേട്ട് നോക്കുക. എല്ലാ റിവ്യൂസിനും പൊതുവായിട്ട് എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ അടുത്ത് സിനിമയ്ക്ക് എന്ത് പ്രശ്നമുണ്ട്, എന്ത് നല്ലതുണ്ടെന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു റിവ്യൂവർ ഒരു പടത്തിന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞൊരു റിവ്യൂ. ഇപ്പം ഇന്നത്തെ അനാലിസിസിൽ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്ന സാധനം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ റിവ്യൂവിന് അത്യാവശ്യം വ്യൂ കിട്ടി. ആ വ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേക്കേഴ്സ്, അതൊരു ചെറിയ പടമാണ്, അപ്പോൾ അതിൻ്റെ മേക്കേഴ്സ് പുള്ളിയെ പേഴ്സണലി വിളിച്ചിട്ട് അത് ഡൗൺ ചെയ്യാമെന്ന് ചോദിച്ചു, ആ വീഡിയോ എടുത്ത് മാറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ആ ഡീല് നീറ്റായിരുന്നുകൊണ്ട് പുള്ളിയും ഓക്കെ, ഞാൻ പറഞ്ഞത് കൊണ്ട് ആ പടത്തിനൊരു ഭീകരത ഉണ്ടാവണമെന്ന് വെച്ചാൽ പുള്ളിക്ക് അത്യാവശ്യം വ്യൂ കിട്ടി, ആ വീഡിയോ പുള്ളി എടുത്ത് മാറ്റി. അപ്പം അങ്ങനെ സംഭവിക്കാം. ബട്ട് ഈ ഡീലിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും
ആ ഒരു പറഞ്ഞ ഡീൽ എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ ഡീല് മാത്രമല്ല, ചാക്കിൽ ചാക്കിൽ പൈസ കെട്ടിക്കൊണ്ട് കൊടുത്തോടാ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു അലിഗേഷൻ വെക്കുകയാണെങ്കിൽ അതിന് പ്രോപ്പറായ ഒരു പ്രൂഫ് ഉൾപ്പെടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും നെയിം ടാർണിഷിംഗ് ആണ്. പ്രസ് മീറ്റ് വിളിച്ചിരുത്തി പുള്ളിയുടെ കണക്ക് 1 ലക്ഷമാണ്, പുള്ളി അത് ഗൂഗിൾ പേ അല്ലാതെ. അത് പറഞ്ഞപ്പോ ഇത് കേട്ടത് കോക്കണ്ട അവിടെ നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലല്ല അല്ലേ? ഇത് മറ്റേ അത് കറക്റ്റായ രീതിയിലാണ് അത് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത് ലീഗലി ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ അങ്ങനെ ആയിരിക്കും. ഒരേ സംഭവമാണ് സംഭവിക്കുന്നത്. അതായത് കൊക്കണിനെ കുറിച്ച് ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുത്തപ്പോൾ കൊക്കണ്ണും അത് തിരിച്ചു. അല്ല, കൊക്കണ്ണും അത് സങ്കടമായി. അതെ, പുള്ളി പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. കാരണം പുള്ളി പറയുന്നില്ല, പുള്ളിക്കെതിരെ ഇതിനെതിരെ പലതവണ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും പുള്ളി പലതിനും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നത് ഇതിപ്പോൾ വളരെ ഇതായിട്ട് ഇവർ വന്ന് പറയുകയാണ് ഞാൻ ഇത്ര രൂപ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തെളിയിക്കുക എന്നുള്ള ലൈനിലാണ് പുള്ളി. എനിക്ക് തോന്നി സിനിമ സ്റ്റൈൽ പരിപാടിയായിരിക്കും, നീയും അറിയണോടാ അതിന്റെ വേദന എന്നുള്ള ആ ഒരു ലൈനിൽ ചെയ്തായിരിക്കും. പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി ആക്ച്വലി കുറച്ച് സിനിമാറ്റിക് ആണ്. അത് അതിലല്ല ഞാൻ പറഞ്ഞത്, പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നമ്മളൊരു പ്രസ് മീറ്റ് വിളിച്ച്, ഈ ദൃശ്യത്തിലൊക്കെ ഉള്ള ഭയങ്കര ബുദ്ധിപരമായവരാണ്, നമ്മളൊരു പ്രസ് മീറ്റ് വിളിച്ചിട്ടാണ് ഇവന്റെ റേറ്റ് പറയുന്നതെങ്കിൽ പുള്ളിയുടെ റേറ്റ് ഇത്രയാണ്, അത് നമ്മൾ അങ്ങനെയല്ല വാങ്ങുന്നത്, ഇങ്ങനെയുള്ള ഒരു സാധനം പറയുവാണെങ്കിൽ ഇത് കാണുന്ന 10 പേരിൽ ഒരു 5 പേരെങ്കിലും വിശ്വസിക്കത്തില്ല ഇത് പുള്ളി 1 ലക്ഷം. അതായിരിക്കും ഉദ്ദേശം. എന്റെ സിനിമയ്ക്ക് അവൻ റിവ്യൂ പറഞ്ഞു, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാൽ അവന് നെഗറ്റീവ് റിവ്യൂ സിനിമാറ്റിക് റിവെഞ്ച് ആണത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ വിഷയത്തെ പറ്റി വളരെ ഒരു 1 മണിക്കൂർ ലെങ്തുള്ളൊരു വലിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെ, സമയമുള്ളവർ വേണമെങ്കിൽ അത് കണ്ടു നോക്കുക, അതിൽ കേട്ടാലും മതിയാവും. അപ്പൊ അതിൽ നമ്മൾ ഇതിനെപ്പറ്റി 2 വർഷത്തെ പറ്റി നമ്മൾ സംസാരിച്ചു. നിങ്ങൾ 1 മണിക്കൂർ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടിട്ട് ഇങ്ങനെ വെറുതെ കേട്ടിരുന്നാൽ ചിലപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാം, ചിലപ്പോൾ തെറ്റുണ്ടാവും. അതുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ അഭിപ്രായം പറയുക തിരിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ ഇത് നമ്മളത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇങ്ങനൊരു സംഭവം നടന്നപ്പം അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ എന്താണ് എന്നുള്ള രീതിയിൽ വന്നതാണോ. ഒരു കമന്റ് രസമായിട്ട് തോന്നുന്നത്, ഈ ഇപ്പൊ സിനിമയ്ക്ക് ഒരു പാട്ടിറക്കി, അപ്പൊ ആ സാധനം എടുത്ത് ഒരുപാട് റീൽസ് ചെയ്യുന്നു, ഒരു മ്യൂച്വൽ സംഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ ആ റീല് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ പാട്ടിന്റെ റീച്ച്, ആ പടത്തിന്റെ ഒരു റീച്ച് ഉണ്ടാവുന്നു. ഇപ്പൊ പലരും പാട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ റീലിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് പരിചയമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവരോട് പറയുന്നത് പാട്ട് എങ്ങനെ ആയാലും അതിനകത്തൊരു പീസ് ഉണ്ടാവും, ഒരു ബിറ്റ് ഉണ്ടാവണം. ആ ബിറ്റിന് വേണ്ടി ഒരു ഡാൻസ് ഹുക്ക് അങ്ങനെ ഇപ്പം ഡിസൈൻ ചെയ്യുന്ന പോലും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഗുണം, എല്ലാവരും ഹാപ്പി. അല്ല, ഇതേപോലെ ഇപ്പൊ ഈ റിവ്യൂസ് എടുത്ത ഈ റിവ്യൂസിൽ തന്നെ നല്ല റിവ്യൂസ് പറയുമ്പോൾ എല്ലാവരുടെയും പീസ് എടുത്ത് കട്ട് ചെയ്ത് പടത്തിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, ഇപ്പം ഇവർ ഈ നെഗറ്റീവ് പറഞ്ഞ് ഞങ്ങളുടെ സിനിമയെ തകർത്തു എന്നുള്ളതാകുമ്പോൾ സിനിമയെ തകർത്തു എന്നുള്ള ലൈനാണ് പറയുന്നത്. അതായത് സിനിമ അങ്ങനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം നെഗറ്റീവ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നില്ല. അങ്ങനെയല്ല, സിനിമ വർക്കാവുന്നതുകൊണ്ടാണ് അത് പറയുന്നത് മെജോറിറ്റി. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുള്ളി നെഗറ്റീവ് പറഞ്ഞ പടങ്ങൾ ഹിറ്റായിട്ടും ഉണ്ട്. അവരും പറയും ഞങ്ങളുടെ സിനിമ തകർന്നു പോയതുകൊണ്ടാണ് തകർത്തു എന്ന് പറയുന്നത്. അതല്ല, പുള്ളി നെഗറ്റീവ് പറഞ്ഞ പടങ്ങൾ ഹിറ്റായിട്ടും ഉണ്ട്, പുള്ളി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പടങ്ങൾ ഫ്ലോപ്പായിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണിത് ഒരാളങ്ങ് ഡിസൈഡ് ചെയ്യുവാണ് നിങ്ങളുടെ സിനിമ എങ്ങനെ നശിപ്പിക്കുക. ഒരാൾ ഒറ്റയ്ക്കൊരു വീഡിയോ എടുത്തു കഴിഞ്ഞ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമ കംപ്ലീറ്റ് തകർന്നു എന്ന് വിശ്വസിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. പറയുന്ന പോലെ അവരുടെ ഇമോഷണൽ സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പം സിനിമ കാണുന്നയാളെ സംബന്ധിച്ച് ഈ സിനിമ മോശമാണല്ലോ എന്നുള്ള ഒരു ഇത്, പക്ഷെ അവരെ സംബന്ധിച്ച് സിനിമ ഇറക്കി പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്ക് ഒരു 10-15 സൈഡിൽ നിന്നാണ് ഈ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന്, റിവ്യൂസിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അവർക്ക് ആ വിഷമം വരുമ്പോൾ പലതും തോന്നും, പക്ഷെ ഈ തോന്നുന്നതെല്ലാം ലോജിക്കലി അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെ അല്ലായിരുന്നു. അത് അവരെ ഉടനെ ഇവരൊക്കെ കൂടെ ചേർന്ന് എന്റെ സിനിമയെ തകർത്തു എന്നല്ല, എന്റെ 4.5 കോടി പോയി എന്നുള്ള നമ്മൾ എടുത്തു വെച്ചത് മോശം പടം ആയി പോയേക്കാം. അതായത് ഒരു റീ അനാലിസിസും കൂടെ നടത്താം. അതായത് ഇവിടെ ഹിറ്റ് ആവുന്ന പടങ്ങൾ മാത്രം എടുക്കാൻ ആർക്കും അറിയത്തില്ല, മനസ്സിലായി. അപ്പൊ അത് ഈ പറഞ്ഞ നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഡിസ്കഷനും അനാലിസിസും ഒക്കെ അനാലിസിസ് എന്ന് പോലും നമ്മൾ ഉപയോഗിക്കാത്തത് എന്താന്ന് വെച്ചാൽ നമുക്കും പലപ്പോഴും ഡൗട്ടാണ്. ഇപ്പൊ ചില സിനിമകൾ ഹിറ്റാവുന്ന കാണുമ്പോൾ ഇത് നമുക്ക് വർക്കായില്ല, പക്ഷെ ഇത് ഭയങ്കര ഇൻഡസ്ട്രി ഹിറ്റ്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, അതെങ്ങനെ സംഭവിച്ചു? അത് ഇത്രയും പേർക്ക് ഇപ്പം നമ്മുടെ ദൃശ്യത്തിന്റെ മറ്റേ ഡിസ്കഷൻ വീഡിയോ അടിയിലും പറഞ്ഞു മെജോറിറ്റിക്ക് വർക്കായി. അത് ട്രൂ പോയിന്റ് ആണ്. മെജോറിറ്റിക്ക് വർക്കായതുകൊണ്ട് അത് നല്ല പടം, അല്ലെങ്കിൽ അതൊരു ഇൻഡസ്ട്രി ഹിറ്റായി. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറെ കാലമായിട്ട് പഠിച്ചു വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, നല്ലൊരു പടം എടുക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതൊന്നും അപ്ലൈ ചെയ്യാത്ത സിനിമകൾ, എസ്പെഷ്യലി ഇപ്പോൾ ഈ കറുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ കറുപ്പൊക്കെ എനിക്ക് പേടി ഉണ്ടാക്കിയതാണ്. അതായത് ഞാൻ ആലോചിച്ച്
എടാ ഇങ്ങനൊരു സിനിമ തിയേറ്ററിൽ ഇത്രയും വലിയ കളക്ഷനും ഇത്രയും വലിയ ഹിറ്റാക്കി മാറ്റി ഈ സൂര്യയുടെ സ്റ്റാർ വാല്യൂ വെച്ച് അതിനൊരു ഓട്ടം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് കുറച്ച് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ഒരു നല്ല നമ്മൾ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത് തെറ്റാണ് ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടി വരും. അതായത് നമ്മളുടനെ അത് ഇതെങ്ങനെയാ അത് അങ്ങനെയാണ് ഇത് തപ്പ് അങ്ങനെ സംഭവമില്ല. നമ്മൾ അങ്ങനെ ഒരു നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത് തെറ്റാവാം എന്നൊരു ചിന്ത നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇതെന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത്. നിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പോലെ തിയേറ്റർ മൊമെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതും ഒരു 5 തിയേറ്റർ മൊമെന്റ് ഉണ്ടാക്കാൻ പറ്റും നിനക്കെന്നെങ്കിൽ നിന്റെ തിരക്കഥയിൽ അത് മതി. 5 തിയേറ്റർ മൊമെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നിനക്കൊരു ഹിറ്റ് സിനിമ ബേസിക് ആണെങ്കിലും അത് തന്നെ നിനക്കൊരു സിനിമ ഹിറ്റാക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അങ്ങനെ ഇവാലുവേഷനാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പം നിൽക്കുന്നത്. അതെ അതെ, അതായത് ഇപ്പം ഞാനൊരു പുതുമുഖ നടനെ വെച്ചിട്ടോ ഒരു എന്താ അത്ര സ്റ്റാർ വാല്യത്ത് നടനെ വെച്ചാണ് ഞാൻ പടം ചെയ്യുന്നതെങ്കിൽ ഈ തിയേറ്റർ എലമെന്റ് വർക്കാവത്തില്ല. അവിടെ നമ്മൾ കുറച്ചധികം എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ നമ്മൾ കഥ പറച്ചിലിന്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു ഓഡിയൻസ് അനാലിസിസ് നടത്തും. ഓഡിയൻസിന് എന്ത് ഇഷ്ടം, എങ്ങനെ ഇഷ്ടം, ഇത് പറഞ്ഞാൽ വർക്ക്, ഈ ഒരു അനാലിസിസ് ഉണ്ട്. അവിടെയാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ. അത് എപ്പോഴും നമുക്ക് ഈ ലാലെണ്ണൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു മാജിക്ക് ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാകത്തില്ല, ചിലയിടത്ത് ശരിയാവും, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ശരിയാവും, ചില ശരിയാകത്തില്ല. നമ്മളിങ്ങനെ ശരിയാകുമ്പോഴേക്കും ഇത് ശരിയായി. അങ്ങനെ അതാണ് ഈ ട്രെൻഡൊക്കെ ഉണ്ടാകുന്നത്. 5 പേര് ചേർന്ന് മറ്റേ ഇൻഹരിയർ നഗർ പോലത്തെ ഒരിടയ്ക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെ കുറെ പടം ഒരിടത്തെ. അപ്പം ഒരു പോയിന്റ് എത്തുമ്പോൾ അത് വർക്കാവാതെ വരും. അങ്ങനെ എന്ത് വർക്കാവത്തില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും ഇതുണ്ടാവും. ഇപ്പൊ ഈ സിനിമ ചെയ്യുന്ന എല്ലാവർക്കും. അപ്പം ഈ പടം ചെയ്ത പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിൽ അവരുടെ സിനിമ അവർ കാണുമ്പോൾ അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി അത് ചെയ്തതിൻ്റെ നമ്മളൊരു നല്ല സിനിമ എടുത്തു എന്നൊരു ചിന്തയാണ് അവർക്ക്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് സ്വാഭാവികമായിട്ടും ഇത് തിയേറ്ററിൽ ഇത് വർക്കാവേണ്ടതാണല്ലോ എന്നുള്ള ചിന്തയായിരിക്കും അവർക്ക്. പക്ഷേ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകന് അത് വർക്കാവുന്നില്ല എങ്കിൽ വർക്കാവുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങളുടെ സിനിമ മോശമായത് കൊണ്ടാവണമെന്നില്ല, അത് ഓഡിയൻസിന് വർക്കാവാത്ത ഒരുപാട് പടങ്ങളുണ്ട്. ഇപ്പൊ കാലം തെറ്റിയിറങ്ങി എന്നൊക്കെ പറഞ്ഞ കുറേ സിനിമകളുണ്ട്. പിന്നീട് അത് നമ്മളിപ്പോ ഇന്ന് കണ്ടിട്ട് ഗംഭീര സിനിമ, ഇത് ആ സമയത്ത് സൂപ്പർ ഹിറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും 8 നില പൊട്ടിയ പടമായിരിക്കും. അതെ, അപ്പോൾ അതുപോലെ അതായത് നിങ്ങൾ തിരിച്ചറിയേണ്ട സംഭവം ഇവർക്ക് വർക്കായില്ല എന്നുള്ളതാണ്. ഇവർക്ക് വർക്കായില്ല സിനിമ. അപ്പോൾ തിരിച്ചറിയേണ്ടത് സിനിമ മോശമാണോ ഇല്ലയോ എന്നുള്ളതല്ല, സിനിമ വർക്കായില്ല എന്നുള്ളതാണ്. അടുത്തിടെ ഇറങ്ങിയ ദുരൂഹ സാഹചര്യത്തിൽ ആ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ട് നമ്മൾ അതിന്റെ ഒരു പ്രൊമോഷൻ കുറച്ച് വീക്കായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച് കുറച്ച് നാൾ ഓടും, എന്നിട്ട് ഒരു പിക്കപ്പ് ഉണ്ടാവുന്ന വരും. പക്ഷെ അത് കംപ്ലീറ്റ്ലി പോയി. അത് ഇപ്പൊ OTT വന്നതിന് ശേഷം കുറച്ച് പേര് അതിന് ഒരുപാട് നല്ല റിവ്യൂസ് വരും, അപ്രീസിയേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. ഈ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, എസ്പെഷ്യലി പ്രൊഡ്യൂസേഴ്സ് തിരിച്ചറിയേണ്ട സംഭവം, അല്ലെ ഈ ഫിലിം എടുത്ത ആൾക്കാർ തിരിച്ചറിയേണ്ട സംഭവം, നിങ്ങളുടെ സിനിമ ആളുകൾ കണ്ടവർക്ക് വർക്കായില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സിനിമ നല്ലതല്ല, മോശം പടം എന്നുള്ള ലൈനിലല്ല, അത് വർക്കായില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അത് എടുക്കേണ്ടത്. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുക. അതെ, അടുത്തൊരു പടം എടുക്കുന്നതിന് മുമ്പ് കുറച്ചധികം വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൈറ്ററോ ഡയറക്ടറോ ഇത് എങ്ങനെ ഒരു സിനിമ വരും, ഇതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, ഇതിനെ എങ്ങനെ ബിസിനസ് നടത്താം, ഇതിനെപ്പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റിവ്യൂസ് ഇപ്പം നെഗറ്റീവായിട്ട് വന്നാലും സിനിമയുടെ ബിസിനസ് സൈഡ് ഒരു പരിധിവരെ സേഫ് ആക്കാനുള്ള മാർഗ്ഗങ്ങൾ അങ്ങനെയാണ് പല പ്രൊഡ്യൂസേഴ്സ് ഇന്നിവിടെ നല്ല ഒരുപാട് പേര് പെടുന്നുണ്ട്. അതെ, ആ പെടുന്നവരുടെ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഇൻഡസ്ട്രിയുടെ ഇത് എങ്ങനെ നടക്കുന്നതിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരാളുണ്ട്, അറിയാലോ, വിദേശത്തുനിന്ന് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആക്ച്വലി നല്ല എമൗണ്ട് നഷ്ടപ്പെട്ട ഒരു കഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഡയറക്ടേഴ്സ് അപ്പൊ ഒരു 2-3 കോടി ആവത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ ഇന്നാക്കി കഴിഞ്ഞിട്ട് ഈ മേക്കേഴ്സിന് അറിയാം എന്തായാലും ഒരു 8 കോടിയുടെ പടമാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസറിനെ ഇന്നാക്കാൻ വേണ്ടി അതിന്റെ കണക്കുകൾ അറിയാൻ പിന്നെ അത് എങ്ങനെയും ഫിനിഷ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലേക്ക് മുമ്പോട്ട് പോകും. മാക്സിമം ഫണ്ട് കൊണ്ട് നടക്കുക. അപ്പൊ അങ്ങനെ അതായത് പ്രോപ്പർ പ്ലാനിങ് കഴിഞ്ഞാൽ പുള്ളി പെട്ടു എന്ന് പറയാം. അപ്പൊ അങ്ങനെ പിന്നെ ഭയങ്കര അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർ ഈ പറയുന്ന പോലെ ഇമോഷണൽ ആകാനുള്ള പുള്ളിക്ക് അതിനുള്ള ഒരു ഇതുണ്ട്. പുള്ളിക്ക് ഇമോഷണൽ ആവാം, പക്ഷെ ചിലപ്പോൾ ഡയറക്ടറിന് പറയാം ആ റിവ്യൂ വന്നുകൊണ്ടാണ് നമ്മുടെ പടം തകർന്നു. അതെ, അപ്പൊ അത് ഡയറക്ട്ലി ഉടനെ റിവ്യൂറെ തെറ്റി തലയോട്ട് കയറാതെ ആ ധാരണ നമുക്കൊന്ന് തിരുത്തി വരാം. ഒരൊറ്റ വിചാരിച്ചാൽ ഒരു സിനിമയെ തകർക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അല്ലേ, അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക്, അല്ലേ? ആ ഒരു ഒറ്റ മനുഷ്യൻ, അതായത് വേറെ ആരുടെയും കാര്യം സെയിം സ്റ്റാർ സിസ്റ്റം. ഇപ്പം മലയാളത്തിലെ ഏതൊരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സ്റ്റാർസിന്റെ പടവും ചിലപ്പോൾ 8 നില പൊട്ടാം. ആ സ്റ്റാർ ഉള്ളത് കൊണ്ട് മാത്രം ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ഓടിക്കൊള്ളണം എന്ന ധാരണകൾ ഒരുപാട് തവണ തെറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഒരു സ്റ്റാർ റിവ്യൂവർ നമുക്കുണ്ട്,
ആ സ്റ്റാർ റിവ്യൂവർ പറഞ്ഞു എന്ന് ഒറ്റ കാരണം കൊണ്ടൊരു ഗംഭീര പടം തയ്യാറത്തൊന്നുമില്ല. അതുപോലെ സിനിമ എടുക്കുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട സംഭവമാണ്, നിങ്ങളുടെ വർക്ക് ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യപ്പെടും. അത് നല്ലതാണോ മോശമാണെന്ന് ആളുകൾ പറയും. അത് ക്ഷമയോടെ കേൾക്കാൻ ഉള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ് പറയാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ കാണുമ്പോൾ അവരവരുടെ അഭിപ്രായം പറയും. ഇതൊന്നും പാടില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി മാത്രം സിനിമ ചെയ്ത് ആസ്വദിക്കേണ്ടി വരും. ഈ പറയുന്ന പോലെ ഏറ്റവും പേഴ്സണൽ ലെവലിൽ പറയുവാണെങ്കിൽ ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഇവനോ നാളെ ഒരു സിനിമ എടുത്ത് അത് പാളിപ്പോയി അത് വല്ലാണ്ട് വിമർശിക്കപ്പെട്ടാൽ അതിന് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ വരും. അപ്പം നമുക്ക് നല്ല രീതിയിൽ സങ്കടം വരും. അത് പേഴ്സണലി നമുക്ക് ഉണ്ടാവും. പക്ഷെ ഉടനെ ഞാനിവിടെ വന്നിട്ട് ഈ റിവ്യൂവേഴ്സ് എല്ലാവരും കൂടാണ് എൻ്റെ പടത്തെ നശിപ്പിച്ചത് എന്ന് പറയുന്നതിന് പകരം അർത്ഥമില്ല. അത് എൻ്റെ ആ സിനിമയ്ക്ക് ഇത്രയും ആൾക്കാർക്ക് വർക്കായില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് വർക്കായില്ല, ഞാൻ എന്തോ ചെയ്തത് ശരിയായില്ല. സോ അത് ശരിയാക്കി അടുത്ത പടം ചെയ്യുക എന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഈ ഇറങ്ങിപ്പോയി ആൾക്കാർ ട്രാഷ് ചെയ്ത് ഈ പടത്തിനെ പറ്റി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിവ്യൂവേഴ്സിൻ്റെ മുകളിലേക്ക് ഈ കുറ്റം ചുമത്തുന്ന പരിപാടികൾ അതിനു മുമ്പൊന്നും ഇതൊക്കെ ആലോചിച്ചാൽ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു പ്ലാൻഡ് അറ്റാക്ക് എന്നൊരു ലൈൻ ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ അൽഗോരിതത്തിന് വേണ്ടി ചെറിയ ചെറിയ ട്വീക്സ് നടത്താം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ട്വീക്സ് വേണോ വേണ്ടോ നമ്മളതൊക്കെ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ചെക്ക് ചെയ്യാം. നമ്മൾ വീഡിയോ നമ്മുടെ വീഡിയോ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം.